ദുഃഖം ഉണ്ടാകും. പക്ഷേ അതിനേക്കാളൊക്കെ വലിയൊരു പ്രത്യാശ നമ്മുടെ അകത്തുണ്ട്. മക്കൾ അല്പനേരം കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. അതിനുശേഷം PG സെൻ്ററിലെ ശുശ്രൂഷന്മാർക്ക് സമയം കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധിയിൽ. ഞങ്ങളുടെ അപ്പച്ചൻ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. അപ്പച്ചനിപ്പോൾ സന്തോഷിക്കുന്ന സമയമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം UK ചെന്നപ്പം അവിടെ സ്മിത്ത് സുഗിൽസ്വർത്തിൻ്റെ ചർച്ചിൽ പോകാനായിട്ട് കർത്താവ് ഒരു സാവകാശം തന്നു. അവിടെ ചെന്നപ്പം അവിടെയുള്ള ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചൊരു സ്ഥലമുണ്ട്. 14 പേരെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആളാണ് സ്മിത്ത് സുഗിൽസ്വർത്ത്. ഗൈഡ് പറഞ്ഞു, ഇവിടെ വെച്ചാണ് സ്മിത്തിൻ്റെ വൈഫിനെ സ്മിത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അതിനുശേഷം ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു, സ്മിത്ത് ശുശ്രൂഷയിലായിരുന്നു. താൻ വന്ന ശേഷം പ്രാർത്ഥിക്കുന്നു, തൻ്റെ ഭാര്യ ഉയർത്തെഴുന്നേൽക്കുന്നു. ഭാര്യ ചോദിച്ച ചോദ്യം, എന്തിനാണ് സ്മിത്ത് എന്നെ വിളിച്ചത്? ഞാൻ യേശുവിൻ്റെ കൂടെയായിരുന്നു. ഉടൻ തന്നെ സ്മിത്ത് പറഞ്ഞു, നിനക്ക് യേശുവിൻ്റെ കൂടെ പോകാനാണ് ഇഷ്ടമെങ്കിൽ നീ പൊക്കോളൂ. ഉയർത്തെഴുന്നേൽപ്പിച്ച സഹോദരി ഇവിടെ ജീവിക്കണ്ടെന്ന് പറഞ്ഞ് താൻ നിത്യത്തിലേക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. അതാണ് ക്രിസ്തീയ പ്രത്യാശ. ഞങ്ങളുടെ അപ്പച്ചൻ്റെ ശരീരമാണ് ഇവിടെ കിടക്കുന്നത്. ഞങ്ങളുടെ അപ്പച്ചൻ ഇപ്പോൾ കർത്താവിനോടുകൂടെ നിത്യത്തിലായിരിക്കുകയാണ്. ദുഃഖമുണ്ട്, വേർപാടിൻ്റെ ഒരു ദുഃഖമുണ്ട്, പക്ഷേ അതിനപ്പുറത്താണ് പ്രത്യാശ. അതുകൊണ്ട് ആരിനകത്ത് വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കരുതെന്നുള്ള എൻ്റെ ഒരു അപേക്ഷയാണ്. നമുക്ക് ഒരുമിച്ച് ചില മിനിറ്റുകൾ മക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ. അതിനുശേഷം കർത്താവിൻ്റെ ദാസന്മാർ ആരും മിണ്ടാതിരിക്കരുത്. എല്ലാവരും അതരങ്ങൾ തുറന്ന് ഹൃദയങ്ങൾ തുറന്ന് നമ്മൾ അപ്പച്ചൻ്റെ സേവനത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പച്ചന് വലിയ കഴിവും വലിയ താലന്തൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ സുവിശേഷകനായിരുന്നു എൻ്റെ അപ്പച്ചൻ. നാട് മുഴുവൻ കയറിയിറങ്ങി, കാടും മേടും മലകളെല്ലാം കയറിയിറങ്ങി താൻ വിശ്വസിച്ച വിശ്വാസത്തെ, താൻ വിശ്വസിച്ച സുവിശേഷത്തെ ഈ പട്ടണത്തിൽ കർത്താവിന്റെ രാജ്യനിമിത്തം തുറക്കുവാൻ സേവനം ദൈവരാജ്യം സംബന്ധിച്ച് കാഴ്ചവെച്ചൊരു മനുഷ്യനാണ്. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് നമുക്ക് ചില മിനിറ്റുകൾ കർത്താവിനെ ആരാധിപ്പാൻ സമയത്ത് വെറുതെയിരിക്കാം. Hallelujah.
ഹോശന അരികിൽ വരാ സ്നേഹം അരികിൽ വരാ കഴിയുന്നവരെ കരങ്ങൾ ഉയർത്തി. ഇത് മഹനീയമായ സമയമാണ്. യേശുവിനാരാധന. ഓ ലജ്ജ കൂടാതെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ആരാധന 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 യേശുവിനാരാധന ആരാധന ആരാധന ആരാധന. ഓലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ യേശുവെ പോലെ സ്നേഹിച്ചിട ആവതില്ല ആർക്കുമേ. സ്വർഗത്തിലേക്ക് ഉയർത്തി പറയണം. സകല ആരാധനയ്ക്കും യോഗ്യനായവനാണ്. For he is worthy. ആ ദൂത സൈന്യങ്ങളോട് ചേർന്ന് ശബ്ദമുയർത്തി ഓ യേശുവിനാരാധന
പ്രാർത്ഥന ദൈവ കുഞ്ഞാട്